ാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. ഓസി ടോക്കീസിലെ ദിയ കൃഷ്ണയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്നേ അവസാനിക്കത്തുള്ളൂ. ഈ ഇടയായിട്ട് ഇവർക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് വേറൊരു കാര്യമുണ്ട്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി. അത് ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞങ്ങളെ വെച്ചേച്ച് ആരുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് ആൾക്കാർ. എന്നാൽ ഇവർ ഇഷ്ടപ്പെടുന്ന കുറേ അന്ധമായിട്ടുള്ള ആരാധകരുണ്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല ഇവർക്കൊക്കെ വെറും പട്ടി വിലയാണ് അവർ കൊടുക്കുന്നതെന്ന്. ഇവരിപ്പം റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് ഇവർ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇവരുടെ വീട്ടിൽ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ദിയയുടെ കുട്ടിയെ ബാക്കിയുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദിയയ്ക്ക് മാത്രമേ കുട്ടിയുള്ളൂ, ദിയ മാത്രമേ ഈ ലോകത്ത് പ്രസവിച്ചിട്ടുള്ളൂ. എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അമ്മു ഇവരുടെ വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു, എന്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. ഇവർ പറഞ്ഞ ഡയലോഗ് കേട്ടോ, വെറുതെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നു, കാശ് ചിലവാക്കുന്നു, പിന്നെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, അവസാനം കൊച്ചിനെ തരുന്നില്ല. പലപ്പോഴും ഇവരുടെ നാക്കാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു. ഇവരുടെ ഈ സംസാര രീതി ഉണ്ടല്ലോ, കേൾക്കുന്ന ആർക്കും അത്ര രസിക്കത്തില്ല. ഇവിടെ സ്നേഹം കൊണ്ടാണോ കൊച്ചിനെ വന്നെടുക്കുന്നത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ആൾക്കാരായാലും, അല്ലാതെ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇവരെന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ സംസാരിച്ചത്. ഇത് ഇവരുടെ എല്ലാ റിലേറ്റീവ്സിനും ഉൾപ്പെടെ ഇൻസൾട്ട് ചെയ്യുന്ന വർത്തമാനമാണ് ഇവർ സംസാരിക്കുന്നത്. ആ അപ്പച്ചിയോടെ കാണിച്ച പരിപാടി കണ്ടില്ലായിരുന്നോ? എന്ത് ബോധമുണ്ട് ഇവർക്ക്? ദൈവത്തോർത്ത് ഇവരുടെ കുട്ടിയെ എന്ന് ഒരു മനുഷ്യരും പോയി എടുക്കരുത് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ഇവർ പറയാം, അയ്യോ കൊച്ചിനെ തരുന്നില്ലെന്നും പറഞ്ഞിട്ട് നാളെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കളയും എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തോ ഈ അലമ്പെന്ന് ഉദ്ദേശിക്കുന്നത്? വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സാധനമല്ലേ, ആ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ. അത് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതിന് 2 ദിവസത്തിന് മുന്നേ എടുക്കുന്നതാണ്. ഇവരുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു വിവാദ വീഡിയോ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ടല്ലോ, മറ്റേ അപ്പച്ചിയുടെ ഇഷ്യൂ. ഇത് അതിന് മുന്നേ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇപ്പം ഇതിനകത്ത് ദിയ പറയുന്നുണ്ട്, ദിയയ്ക്ക് അറിയത്തില്ലായിരുന്നു നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. നാട്ടിൽ വന്നപ്പോഴേ അറിഞ്ഞെന്നുള്ള രീതിയിലൊക്കെയാണ് ദിയ സംസാരിക്കുന്നത്. ഇപ്പം ഇത് പ്ലാൻ ചെയ്യായിരിക്കും, എന്ത് മാങ്ങത്തൊലി ആയിക്കോട്ടെ. പക്ഷേ ഇവരുടെ സംസാര രീതി നിങ്ങളൊന്ന് ആലോചിക്കുക. റിലേറ്റീവ്സിനെ ഉൾപ്പെടെ ഇവരുടെ ഫ്രണ്ട്സിനെ ഉൾപ്പെടെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനമല്ലേ. കൊച്ചിനെ വന്നെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ തിരിച്ചു തരത്തില്ല. അതുമാത്രമല്ല, ഈ സ്വന്തം കുഞ്ഞിനെ മറ്റേ ദിയയുടെ അമ്മയോ അച്ഛനോ പെങ്ങളുമാരോ എടുക്കുന്നത് പോലും പുള്ളിക്കാരത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 10 മിനിറ്റിൽ കൂടുതലൊന്നും കൊച്ചിനെ ആരുടെയും കയ്യിൽ വെക്കാനായിട്ട് കൊടുക്കത്തില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരൊക്കെ ആഗ്രഹിച്ച് കിട്ടിയ ആ കുടുംബത്തിലെ ആകെയുള്ളൊരു ആൺകുഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറുന്നത്. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതമാണ് ദിയയുടെ. പേഴ്സണലി ഞാൻ ഒരുപാട് പാർട്ടീസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വരാതൊക്കെ മാറ്റിയോടും. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ തന്നെ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. ഇത്രയും നല്ലൊരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ട്രോമറ്റൈസ്ഡ് ആവുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി ദിയ ആയിരിക്കും. ഇവരുടെ ജീവിത രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അമ്മയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ളവരുടെ കേസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെയും നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. അമ്മയുടെ കേസ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവരുടെ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതുപോലെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് വന്നിരുന്ന് വിളിച്ച് പറയുന്നത്. പണ്ട് സിന്ധു കൃഷ്ണ പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ അഹാന ഈയിടെയായിട്ട് കാട്ടിക്കൂട്ടി കുറച്ച് പരിപാടി അറിയാം. അതായത് സ്വന്തം അപ്പച്ചിയെടുത്ത് അപ്പച്ചി ഒന്ന് മാറി നീക്കി, അപ്പച്ചി അവിടെ സൈഡിലോട്ട് ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ലിറ്ററലി വന്ന് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വർത്തമാനമായിരുന്നു സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ദിയ. അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്.
അത് വേറെ കോമഡിയൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ നമുക്കൊന്നും വിമർശിക്കാൻ പറ്റത്തില്ല. അപ്പം കേസുമായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമായിട്ട് വരും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. എന്തിന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് താഴെ പോയി കമൻ്റ് ഇടാനുള്ള അവകാശമില്ല. അതായത് ഇവരെന്ത് കാണിക്കുന്നോ അതിനെല്ലാവരും ശരി വയ്ക്കണം. ആ ഒരു മൈൻഡാണ് ഇവർക്ക്. ടേസ്റ്റ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെ അശ്വിൻ്റെ കേസ് എടുക്കുക. ഇപ്പം സർപ്രൈസ് ആയിട്ടൊക്കെ എന്താ പറയുന്നത്, അവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു വിവരം ഏകദേശം അറിയാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അശ്വിൻ്റെ ഫാമിലിയെ നിങ്ങൾ വിളിച്ചില്ല? ഇനിയിപ്പോൾ ദിയയുടെ കാര്യം വിട്. ഈ ദിയയുടെ ഫാമിലിക്ക് വിളിക്കാമല്ലോ, ദിയയുടെ അച്ഛനോ ദിയയുടെ അമ്മയ്ക്കോ വിളിക്കാമല്ലോ. അവരെ അവിടെ ഇങ്ങും നമ്മൾ കണ്ടില്ല. ആ കുട്ടിയുടെ അച്ഛനല്ലേ അവൻ. അപ്പോൾ അതിൻ്റെയെങ്കിലും ഒരു ബേസിക് റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു വല്ലായ്മയുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം കുറേ റീൽസൊക്കെ ഇറങ്ങുന്നുണ്ട് അശ്വിനെ എങ്ങനെയാണ് അവരുടെ ഫാമിലി ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടോന്നുള്ള രീതിയിൽ. അതൊന്നും ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നില്ല. കാര്യം എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആ അശ്വിൻ്റെ ഫാമിലിയും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ ചേർത്ത് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ്, ഓക്കെ അവന്റെ ബർത്ത്ഡേ, ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജു നമുക്ക് ഏതിലൊട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ ബഡ്ജറ്റ് ഹോളിഡേയ്സ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബഡ്ജറ്റ് ഹോളിഡേയ്സിന് ഓർമ്മ വന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിനും കൂടി വെറുതെ അനാവശ്യമായിട്ട് ഹെയ്റ്റ് മേടിച്ച് കൊടുക്കുവാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് പല ആൾക്കാരുടെയും പ്രശ്നമാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് പബ്ലിക്കിലിടുക, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇവരെല്ലാവരും ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ. അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ എന്തോ പ്രൊമോഷനോ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരിപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ആയിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാര്യം അവരെ സംബന്ധിച്ച് പ്രൊമോഷനാണ്. നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന അത്യാവശ്യം റീച്ചുള്ള ചാനലുകൾ നോക്കിയാൽ മതി. ഈ പറയുന്ന ഈ ഒരു കമ്പനി നല്ല രീതിയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇത് കണക്ക് ഇങ്ങനെ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എങ്കിലേ ഇവർക്ക് ഒരു ത്രില്ലുള്ളൂ. കാര്യം ഈ ഇടയായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. ഇവരെന്തിട്ട് കഴിഞ്ഞാലും കണ്ടന്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാം. എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേ, കാരണം അവന് ഇഷ്ടമാണ്. അത് ചെയ്യട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടേക്കുക. ഇത് നമ്മൾ ഇന്നലെ അഡിഡാസ് ഒരു ഔട്ട്ലെറ്റ് നിന്ന് മേടിച്ചാ. കാണിച്ചേ. ഇതിൻ്റെ ഒരു തൊപ്പിയുണ്ട്. ആ തൊപ്പി വെച്ചപ്പോൾ ഇവ എന്നെ കൊന്നു കളഞ്ഞു. അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര അലറി വിളിച്ചു. ഇവിടെ വാ. തറയിൽ ഇറക്കി വിടത്തില്ല, പക്ഷെ തറയിൽ കിടക്കുന്ന ചെരുപ്പെടുത്ത് വെച്ച് കുട്ടിക്ക് കടിക്കാൻ പറ്റും അല്ലേ? നല്ല പരിപാടികൾ എന്തായാലും കാണിക്കുന്നത്. ഇപ്പം ഈ ഒന്നാമത്തെ കാര്യം, ഈ പൊങ്ങച്ച വർത്തമാനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ ഇവർ പാതി ഓക്കെയാണ്. അതാണ് ഏറ്റവും വലിയ ഇവരുടെ പ്രശ്നം. അത് മേ ബി എനിക്ക് തോന്നുന്നത് ജനിച്ചപ്പോഴേ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ താഴെ വന്നേക്കുന്ന 1-2 കമൻറ്റ്സ് ഞാൻ വായിച്ചു തരാം. ഇത്രയും അഹങ്കാരം പിടിച്ച പെൺകുട്ടികൾ ഒരു കുടുംബത്തും കാണുന്നില്ല, വളരെ മോശം. ആ പേളി മാണിയിലെ പെരുമാറ്റം കണ്ടു നോക്ക്. ഭർത്താവിൻ്റെ കുടുംബം, നാട്ടുകാരെ, വീട്ടുകാരെ, പാവപ്പെട്ടവരെ, പണക്കാരെ എന്നൊന്നും ഇല്ലാതെ അടുപ്പിൽ കറി വെക്കണമെങ്കിൽ, കഞ്ഞിയും കറിയും വെക്കണമെങ്കിലും അതും ചെയ്യും. എന്ത് എളിമയും എന്ത് നല്ല കുടുംബമാണ്, അതൊക്കെ കണ്ടു പഠിക്കണം. വൈ ദിസ് ലേഡി സോ മച്ച് അരഗൻസി? ബിഫോർ ദെൻ ഐ ആം എ ഫാൻ ഓഫ് ദിയ കൃഷ്ണാസ് വ്ലോഗ് ഇൻ സിന്ധു ഫാമിലി, ബട്ട് നൗ ദിയ ഡോണ്ട് നോ ഹൗ ടു ടോക്ക് ആൻഡ് ഹൗ ടു ബിഹേവ്. വളരെ സത്യമാണ്. എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണോ എന്നോ ഇവർക്ക് അറിയാൻ വയ്യ. ഇനി ദിയ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. Creating content doesn't give anyone the right to attack their family. Let's respect their personal boundaries. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ല ജനങ്ങൾ സംസാരിക്കും. അതിന് ബൗണ്ടറി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ട്, ഇതിന് കൊടുത്തിട്ട് മറുപടിയാണ്. അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടൻറ്റിനും വേണം ബൗണ്ടറി. ഇല്ലെങ്കിൽ ഇതുപോലെ ആളുകളുടെ വായിൽ നിന്നും
പലതും കേൾക്കേണ്ടി വരും. അത് പറ്റുന്നില്ലെങ്കിൽ നിർത്തിപ്പോടി. സത്യമല്ലേ? എടേ, നിങ്ങളെ ഒന്നും പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്തും കൊണ്ടുവന്നിടാം. നിങ്ങൾ വിമർശിച്ചാലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഫാമിലി അറ്റാക്ക് ചെയ്യുന്നത്, എന്ത് ഫാമിലി അറ്റാക്ക് ചെയ്ത്? അറ്റാക്ക് ചെയ്ത്? നിങ്ങൾ എന്തൊക്കെയാണ് വന്നിരുന്ന് കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരോടൊക്കെ തന്നെ എങ്ങനെ പെരുമാറുന്നത്? അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും കുറേ നാളുകളായിട്ട് ദിയ കൃഷ്ണയും ഫാമിലി നല്ല രീതിയിൽ എയറിലാണ്. അവർ ഈ അടുത്തെങ്ങും അവരെ എറിയുന്ന താഴോട്ട് ഇറങ്ങുന്ന ലക്ഷണം ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു സംഭവം? കൊച്ചിനെ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ പോകും, അതൊന്നും ഇഷ്ടമല്ല, പിന്നെ എന്തോ ട്രോമറ്റൈസ്ഡ് ആവുമെന്ന്. എന്തൊക്കെ കേൾക്കണമെന്ന് ആലോചിക്കുക. ഇത് 2 ദിവസം കൊണ്ടായെന്ന് തോന്നുന്നു ഈ ഒരു വ്ളോഗ് വന്നിട്ട്. ഇപ്പം ഞാനൊരു ട്രോളിനകത്ത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പഴയ വീഡിയോ എങ്ങാനും ആയിരിക്കുമെന്ന്. ഇവർക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് ഇവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.